ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. ഓ താങ്ക് യു. 7th floor. ഇതെന്തൊരു അത്ഭുതം! ഈ ലോകം ഇത്ര ചെറുതാണോ? ഇന്നലെ കൂപ്പ, ഇന്ന് ലിഫ്റ്റ്. 7th ഫ്ലോറിൽ എവിടെ? ഓ, ആ സോഫ്റ്റ്വെയർ കമ്പനിയില. അവിടെയാണോ ജോലി? എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതിന് തൊട്ട് താഴെയാണല്ലോ എന്റെ ഓഫീസ്. കാണുന്നത് എങ്ങനെ? ഞാൻ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. Is it? എങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ. യു ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് നൗ. എന്നെ കണി കണ്ടിട്ട് ജോലിക്ക് ജോയിൻ ചെയ്താൽ അതിൽ പരം ഭാഗ്യനെ ഉണ്ടാവാനില്ല. താങ്ക് യു. ഓ സോറി. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. വക്കീലായ എന്റെ അമ്മാവൻ നിർണായക ദിവസങ്ങളിൽ കോടതിയിൽ പോകുമ്പോൾ എന്നെയാണ് കണി കാണാറ്. തോറ്റു തുന്നമ്പാടാനിടയുള്ള കേസാണെങ്കിൽ പോലും അന്നത്തെ ദിവസം അമ്മാവന്റെ കക്ഷി വിജയിച്ചിരിക്കും. എന്നെ കണി കണ്ടിട്ട് ലോട്ടറി ടിക്കറ്റ് വാങ്ങിയ കുന്നുംപുറത്തെ ഭാസ്കരൻ 50 ലക്ഷം അല്ല അടിച്ചെടുത്തത്. തീർച്ചയായും എന്നെ കണി കണ്ടത് കുട്ടിയുടെ മഹാഭാഗ്യം. എന്റെ ഈശ്വര, ഇതെന്തു പറ്റി? കുട്ടി പേടിക്കണ്ടോ, ഞാൻ കൂടെ ഉണ്ടല്ലോ. ഇതങ്ങനെ കേടാവാത്തതാണല്ലോ. കറണ്ട് പോയി. ഓ, അതാണോ കാര്യം? എങ്കിലും ഒട്ടും പേടിക്കണ്ട. ഇവിടെ ജനറേറ്റർ 3. ഇറ്റ്സ് ഓൾറെഡി 10. ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ ലേറ്റ് ആയ. പരിഭ്രമിക്കാതിരിക്കൂ. എന്നെ കണി കണ്ട. മുത്തുരാമ, ഹലോ ഹലോ മുത്തുരാമൻ, രാജേന്ദ്ര, யாராவது இருக்கா பங்க? நாங்க லிஃப்ட்ல குடுங்கி இருக்கோம்ப்பா. ഹലോ, ഇവിടെ ലിഫ്റ്റിന് മാത്രം 4 മെക്കാനിക്കാ. എന്നിട്ട് എവിടെ? അതാണ് എനിക്ക് പിടികിട്ടാത്തത്. മുത്തുരാമ, யாராவது வந்து காப்பாத்துங்கப்பா. ஏய் வடிவேலு, என்ன பண்றது? கத்தாதையா வரோம். ராஜேந்திரா, மெயின் ஸ்விட்ச் ஆஃப் பண்ணிட்டல, போய் ஆஃப் பண்ணிட்டேன். முத்துராம ப்ளீஸ். ஹலோ, வரோம். காப்பாத்துங்கோ, யாராவது வந்து காப்பாத்துங்கோ. இந்த ஃப்ளோர் கதவு திறந்து பாப்போம். ஆமா, கொஞ்சம் கேப் இருந்தா இழுத்துறலாம். ഏയ് ഹലോ, കുട്ടി പേടിക്കണ്ട കേട്ടോ, വിളിക്കാം. മുത്തുരാമ, டேய் ராஜேந்திரா, மூச்சு விட முடியலடா. டேய் ஏன் சார் டென்ஷன் ஆவறீங்க? எவனோ பைத்தியக்கார மாட்டிட்டு இருக்கான் போல இருக்கு. டேய் வாங்கடா. டேய் மூச்சு விட முடியலடா. கத்தாதீங்க சார், திறக்கறோம்ல. வாட் ஹேப்பன்? லிஃப்ட் ரிப்பேர் சார். நீ மேல போய் பாரு. டேய் இங்கடா கீழே. ராஜேந்திரா, இப்ப தர ஓபன் பண்ணு. அத ஓபன் பண்ணு. ஐயோ, எப்படி மேலே வருது? சார், அப்படியே ஜம்ப் பண்ணி மேல வாங்க. ஓ, How? It's already late for me. Oh my god. அம்மா முதல்ல வரட்டும். அவங்கள அப்படியே தூக்கி விடுங்க. Yeah. தூக்கி விடுங்க சார். This side. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, എന്റെ പുറത്ത് ചവിട്ടി കയറിക്കോളൂ. ഡെയിലി എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നല്ല സ്ട്രെങ്താ. Oh, good idea. Bend little more. Okay. Little more. Oh. Little more. Okay. അയ്യോ, அம்மா பாத்து. രാജേന്ദ്ര, കാപ്പാത്ത്. Good morning everybody. Good morning. Morning Ravi. Hi. Good morning Valramadi. Morning sir. How is your mother? Oh, she's fine. സാറിനൊരു ചെരുപ്പുണ്ട് തല്ലിയത്. പുറകിലൊരു പാടുണ്ട്. ആണോ? രണ്ടെണ്ണം. ശിവ, അതൊന്ന് തുടച്ചുകളാ. തുടച്ചാലത് മൊത്തം പരക്കും. സാറിനാരും തല്ലിയത്? എന്നെ ആരും തല്ലിയിട്ടൊന്നുമില്ല. പിന്നെ ചെരുപ്പ് ഷർട്ടിൽ പൊതിഞ്ഞു വിടുന്നതാവും. നീ പോയി ഒരു ചായ മേടിച്ചിട്ട് വാ. ചായ. Mr. Paneerselvam. Yes sir. Did you call the engineer? I will call him now sir. Did I not tell you earlier? What the hell are you doing here? I want the plan by 2 p.m. today. Yes sir. Mr. Ramanujan. Oh, come to my room. Oh. വേളാച്ചേരിയിലെ പുതിയ ബ്ലോക്ക് ഫ്രണ്ട് എലിവേഷന്റെ പണി നടക്കുമ്പോ ഇയാൾ ആകാശത്താണോ നോക്കിയിരുന്നത്? ബിൽഡിങ്ങിന്റെ താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോ ആകാശവും കാണാറുണ്ട് സാർ. തമാശയാണോ ഉദ്ദേശിച്ചത്? എങ്കിൽ ആ തമാശ ഇവിടെ വേണ്ട. വെന്റിലേഷന് താഴെ ഫ്രണ്ടിലേക്ക് 6 ഇഞ്ച് പ്രൊജക്ഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് പ്ലാനിലില്ലേ സാർ? ചേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ എന്നാ ചോദിച്ചത്. പ്ലാനിൽ കടുകിട വ്യത്യാസം പാടില്ല എന്നാ സാറ് പറഞ്ഞത്. ഇയാൾ എന്നോട് തർക്കത്തിന് വരികയാണോ? എത്രയും പെട്ടെന്ന് മാറ്റി ചെയ്യണം. Then you go to അണ്ണാനഗർ. അങ്കണ്ണ സ്വാമിയുടെ പ്ലോട്ട് എഗ്രിമെന്റ് ആയി. സ്ഥലം കാണുക, സോയിൽ ടെസ്റ്റ് നടത്തണം. I will give you 2 weeks time. Plan, cost, everything you have to work out. Sure sir. And one more thing. ഇടയ്ക്കിടയ്ക്കുള്ള ഈ നാട്ടിൽ പോക്ക് അവസാനിപ്പിക്കണം. അത് അമ്മ കുളിമുറിയിൽ ഏറ്റെടുത്ത ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കണം. അണ്ടർസ്റ്റാൻഡ് സർ? സർ. முன்னோரே
கூறமுன்னோரே 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 ஐயா வாருங்க அம்மா வாருங்க அருமையான மீன் வாங்க வாங்க அருமையான மீன் கூறமுன்னோரே 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 275 രൂപയ്ക്ക് കൊടുക്കുമാ சரி 275 கொடுங்க നിന്നോട് ആരെങ്കിലും മീനിന്റെ വില പറയാൻ പറഞ്ഞോ? ഇവ എന്നെ കേട്ട തെരിയുമാ 2 കൂറക്ക് 275 കേട്ടെ. 2 கூறு 275 போயிட்டு அடுத்த வாரம் வாங்க. അടുത്ത ആഴ്ച വരാൻ. ശരി ശരി, ഒരു കൂറ പോതും 200 കൊടുക്കട്ടുമാ? விலைவாசி எல்லாம் ரொம்ப ஜாஸ்தி ஆடிச்சாமே, ஒரு 265 ரூபா போட்டு கொடுங்களேன். ഒരു വ്യാപാരാണ് അപ്പടി ഇപ്പടി വിട്ടുവീഴ്ചയെല്ലാം വേണമേ. കടശി വില 225 രൂപ. 250 ரூபா கொடுங்க சாமி. 225 രൂപ പണത്തെ കൊടുക്ക. കൊടുക്കണ അല്ലെങ്കിൽ 900 ആയിരുന്നു കേക്കറ. കുട്ടി കൊളന്തൊന്നും വേണ്ട, പെരിച്ച് പെരിച്ച് കൊടുക്കണം. எல்லாம் பெரிய மீன் தான் சார். இந்தாங்க கூறமுன்னோரே கூறமுன்னோரே கூறமுன்னோரே. 10-30 കൊല്ലം കണ്ടേ തമിഴ്നാട്ടിൽ വന്നിട്ട് അപ്പടി ഇപ്പിടി ചില വിട്ടുവീഴ്ചകളെല്ലാം വേണ്ടാമെന്ന്. ഇതെവിടത്തെ തമിഴ്? അപ്പടി ഇപ്പിടി ചില വിലപ്പെട്ട 50 രൂപ കാട്ടി കളയാൻ പോയവനാ നീ. എഞ്ചിനീയറിംഗ് പഠിച്ച വിട്ടി. ഇത് പിടിച്ചേ, ആ കീഞ്ഞുണ്ടോ, ഞാൻ ഓടിക്കാം. ദാ. മാഷേ ആ ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ഉം. എന്നാലും ഇന്നൊന്ന് നോക്കിക്കൂടെ? നോക്കാലോ. രാമുന് ആളെ മനസ്സിലായ? ഇല്ല. എന്റെ പുതിയ സ്റ്റുഡന്റ് ഓ, ശങ്കരൻ നായര്. അപ്പൊ നായർ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും വണ്ടി കയറി ക്ലച്ച് അമർത്തി ഗീരിട്ട് പഠിക്കും. 1 2 3 4 4 3 2 1. ഒരാഴ്ച അങ്ങനെയാണ് പോട്ടെ. പോട്ടെ. 1 2 ഈ നല്ല കണ്ണ് എവിടെ? 4 3 2. എടാ നല്ല കണ്ണേ. മീൻ നന്നാക്കാനാണെങ്കിൽ നല്ല കണ്ണിനെയും ചീത്തക്കണ്ണിനെയും ഒന്നും വിളിക്കണ്ട, ഞാൻ മതി. പിന്നെ ഇന്ന് കൊടംപുളി ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുക. കൊടംപുളിയൊക്കെ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച അങ്ങനെ ഇരിപ്പുണ്ടാവും. ഇന്നത്തെ മീൻ പൊരിക്കലിന് ഒരു പ്രത്യേകതയുണ്ട് പോളേട്ടാ. എങ്ങനെ? ആ ദാ, അവന്റെ കുഞ്ഞിക്കണ്ണുണ്ടല്ലോ, അതങ്ങോട്ട് തോണ്ടി കളഞ്ഞിട്ട് ആ വാലും അങ്ങോട്ട് വെട്ടിയിട്ട് കത്തിക്ക് അങ്ങോട്ട് വരഞ്ഞിട്ട് മുളക് പൊടി അങ്ങനെ തീന്നിട്ടിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് പ്ലക്ക് നടത്തും. എന്ത്? ആ വെറുതെ അല്ല വിളിച്ചിട്ടും മിണ്ടാത്തത്. പഴയ ചോറല്ല സാപ്പിട്ടതാ. சாப்பிட்டா சொன்னே. രാമു, ഇവൻ ഇവിടെ ഉള്ളോടത്തോളം കാലം വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. നല്ല കണ്ണേ, നല്ല മൂർച്ചയുള്ളൊരു കത്തി ഇഞ്ഞെടുത്തോ, ഞാൻ ഇവരൊന്ന് കഴുകി വൃത്തിയാക്കി. சரிங்க சார். If you are not getting the house, give the money back. மரியாதையா காசு கொடுக்க போறியா இல்லையா? Nothing doing. I'm not going to give the money anymore. என்னடி என்ன நினைச்ச நீ? Hey, don't try to cheat me. I'll call the police. வீடு கிடைக்காது ஏன் தப்பு கிடையாது. நான் இந்த வெயில்ல காலையில இருந்து நாய அலைஞ்சல, எனக்கு 200 ரூபாய் கொடுத்து ஆகணும். Today also you asking. ഞങ്ങളുടെ ബിൽഡിംഗിൽ വർക്ക് ചെയ്യുന്ന ആ കുട്ടി. ഓ വന്നേ, സംഗതി എന്താന്ന് നോക്കാം. Get me the house. വാ. നല്ല കണ്ണേ, ഈ മീൻ പാത്തുക. சரி அண்ணா, இந்த மாதிரி நிறைய ஆளை பாத்திருக்கேன். நான் என்ன இழிச்ச வாங்கி நினைச்சியா? How can you talk like this so ruthlessly? എന്താ എന്താ എന്ത് പറ്റി? ഹലോ. Hi. വാടകയ്ക്ക് ഒരു വീട് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് 5 ദിവസം ഇയാൾ എന്നെ നടത്തുന്നത്. ഇന്നലെ വരെ ദിവസവും 200 രൂപ വെച്ച് കൊടുത്തോണ്ടിരിക്കുക. വീട് കിട്ടാതെ ഇനി പണം തരില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഈ സ്ട്രീറ്റിലൊക്കെ വെച്ച് ഇങ്ങനെ വഴക്കുണ്ടാക്കാന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കിയത് ഇയാളാ. ഓ. ഞാൻ രൂപ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. பணம் தராம இங்க இருந்து நகர முடியாது. ஊர் பேரு தெரியாத பொண்ணு ஏமாத்து பாக்குறியா? யோ, வார்த்தை அளந்து பேசு. என்ன பற்றி உனக்கு தெரியாது. இந்த சேத்துக்குழி கண்ணப்பன் யாருன்னு நாட்டுல கேட்டு பாரு. எடா போடானெல்லாம் சொன்ன வாயில பல்லு இருக்காது, ஜாகிரதை. അതെ, കുട്ടി വിഷമിക്കാതിരിക്കും, ഇവന് ഞാൻ കൈകാര്യം ചെയ്തോളാം. முதல்ல வீடு எடுத்து கொடுக்கப்பா, அப்புறம் தானே காசு. அட போயா, உன்னை யார் கூப்பிட்டது இங்க? 200 രൂപ കടച്ച പോയിടുവല്ലേ? അയ്യോ, കൊടുക്ക. നീ പോമ്മ, இந்த കണ്ണപ്പൻ കെട്ടയാ വിളയാട്ട്. അല്ല, ഇമാതിരി ആളുകളോട് നമ്മൾ വഴക്കൂടാൻ പോയിട്ട് കാര്യമില്ല. അവരൊക്കെ ഏത് ലിമിറ്റ് വരേക്കും പോവേ. സോ വി മസ്റ്റ് ബി കെയർഫുൾ. അവന്റെ കരണക്കുറ്റിയൊക്കെ 2 പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലട്ടല്ല. പക്ഷെ അവൻ നിന്റെ പല്ലടിച്ച് കൊഴിക്കുന്നു പറഞ്ഞപ്പോ നീ പേടിച്ചു പോയില്ലേ? അവൻ അങ്ങനെ പറഞ്ഞോ? എങ്കി വിടാൻ പാടില്ല. കണ്ണപ്പ, ഇനി വിട്ടേക്ക്. അവൻ ഇപ്പൊ അടുത്ത പഞ്ചായത്തിലെത്തി കാണും. ഈ കുട്ടി നിന്റെ ഇവിടെ ജോലി ചെയ്യുന്നതാ? ഒരേ ഓഫീസിലല്ല, പക്ഷെ ഒരേ ബിൽഡിങ്ങിലാ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോ ഞങ്ങൾ ഒരു കൂപ്പയിലെ ട്രാവൽ ചെയ്തത്. പേര് ജ്യോതി. ജ്യോതി. ജ്യോതി, ഇത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏട്ടനൊക്കെ ആയ പോളേട്ടൻ. ഓ, കുട്ടിക്ക് താമസിക്കാനാണോ വീട്? അതെ. എത്ര ദിവസമായെന്നറിയോ അലയാൻ തുടങ്ങിയിട്ട്? എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? പോളേട്ടൻ വിചാരിച്ചാ കിട്ടാത്ത വീടുണ്ടോ മദ്രാസില്? Is it? ഓ, അങ്ങനെയൊന്നുമില്ല. എന്തിനാ ഈ വെയിലത്ത് നിക്കണേ? നമുക്ക് അവിടെ ഇന്ന് സംസാരിക്കാം. വാ. ജ്യോതി ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? അക്കാര്യം പറയാതിരിക്കുക ഭേദം. ആ? പഞ്ചാബ് വിമൻസ് ഹോസ്റ്റലിലെ മേറ്റിന്റെ ഓഫീസ് മുറിയിൽ 2 അലമാരകളുടെ ഇടയിൽ. ഓ മൈ ഗോഡ്. കാനറ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന എന്റെ ഒരു കസിൻ മുമ്പ് അവിടെയാ താമസിച്ചിരുന്നത്. അവര് വിളിച്ചു പറഞ്ഞതാ. പക്ഷെ ഞാൻ ചെന്നപ്പോ മേറ്റൻ കൈമലർത്തി. എന്താ ഇത്? ആ ബ്രോക്കർക്ക് മിസ്റ്റർ രാമാനുജൻ, രാമു, ചിലവര് റാം എന്ന് വിളിക്കും. മിസ്റ്റർ റാം
അയാൾക്ക് കൊടുത്തില്ലേ 200 രൂപ? ആ, എനിക്ക് വയ്യ. പോളേട്ടാ, ഇതെങ്ങനെയുണ്ട്? മലയാളികൾ തമ്മിൽ പൈസക്ക് കണക്ക് പറയാ. പിന്നെ പറയാതെ മലയാളിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്ററി സിറിയൻ ബാങ്കിൽ നിന്ന് വെറുതെ കാശ് കിട്ടുമോ? കുട്ടി അതിന് കൊടുത്തേ. ഛേ, എന്നാൽ ദേ, മേടിക്കടാ. ഞാൻ ഇവിടുത്തെ ഓരോരോ നിയമങ്ങളെ, കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് വീടില്ല, ഫാമിലിക്കാണെങ്കിലേ കിട്ടുള്ളൂന്ന്. പേയിങ് ഗസ്റ്റ് ആവാൻ പറ്റുമോ നോക്കി അവിടെ 100 പ്രോബ്ലംസ്. ചിലരുടെ സംശയങ്ങളോ ഞാൻ തനുവിന് ശുഭയും പോലെ LTT-കാരെയാണെന്നാ. ശരിയാ, ഒറ്റയ്ക്കൊരു പെൺകുട്ടിക്ക് വീട് കിട്ടാന്ന് വെച്ചാ അത്ര എളുപ്പമല്ല. പക്ഷേ പോളേട്ടൻ വിചാരിച്ച കിട്ടും.